നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ IB ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. കേസിൽ തെളിവുകളും സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥനെതിരെയാണ്. എന്നിട്ടും പോലീസിന് വേണ്ടത്ര ഉത്സാഹം അദ്ദേഹത്തെ പിടികൂടാനില്ല. ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇറക്കിയെങ്കിലും സുഗാന്തും കുടുംബവും എവിടെ എന്നതിൽ പോലീസിന് തുമ്പൊന്നും കിട്ടിയിട്ടില്ല. സംസ്ഥാനത്തിന് പുറത്തും പോലീസ് അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ മാസം 24-നാണ് യുവതി ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പും സുഗാന്തുമായി സംസാരിച്ചിരുന്നതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. സുഗാന്തിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്തായിരുന്നു സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇയാളെ കണ്ടെത്തിയാലേ സാധിക്കും. സുഗാന്തിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണമുന്നയിച്ചിട്ടും സുഗാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നില്ല. പോലീസ് ഇയാൾക്കെതിരെ രംഗത്തെത്തിയപ്പോഴേക്കും ഒളിവിൽ പോവുകയും ചെയ്തു. യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന ആരോപണത്തിലും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രത്യേക സംഘമായി തിരിഞ്ഞാണ് സുഗാന്തിനായുള്ള അന്വേഷണം തുടങ്ങിയത്. അതേസമയം IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സിറ്റി DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു. സുഗാന്തിനെ പിടികൂടാൻ 2 ടീമായി അന്വേഷണം നടത്തി വരികയാണെന്നും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയെന്നും DCP മാധ്യമങ്ങളോട് പറഞ്ഞു. സുഗാന്തിനെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വരികയാണ്. പെട്ടെന്നുള്ള പ്രകോപനമാണ് ആത്മഹത്യയ്ക്ക് കാരണം. എന്നാൽ യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ പരിശോധിച്ചു വരികയാണെന്നും നകുൽ രാജേന്ദ്ര പറഞ്ഞു. ഉദ്യോഗസ്ഥയുടെ ഫോൺ തകർന്ന നിലയിലാണ് ലഭിച്ചത്. സുഗാന്തിന്റെ ഫോണും ഐപാഡും പരിശോധിക്കും. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തത്. സുഗാന്ത് രാജ്യം വിട്ടു പോകാതിരിക്കാനാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. സുഗാന്തിന്റെ മാതാപിതാക്കൾ ഒളിവിലാണ്. കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് DCP കൂട്ടിച്ചേർത്തു. പ്രതി സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരം പേട്ട പോലീസാണ് റെയ്ഡ് നടത്തിയത്. വീട്ടിൽ നിന്നും ഐപാഡ്, മൊബൈൽ ഫോൺ, ഡയറികൾ, യാത്രാരേഖകൾ എന്നിവയും കണ്ടെടുത്തിരുന്നു. മകൾ ചൂഷണത്തിനിരയായതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നതെന്ന് കഴിഞ്ഞ ദിവസം IB ഉദ്യോഗസ്ഥയുടെ പിതാവ് പറഞ്ഞിരുന്നു. നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നും അച്ഛൻ പ്രതികരിച്ചിരുന്നു. മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഇതെല്ലാം കൃത്യമായി കോടതിയിൽ പോലീസ് സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദത്തിനായി പ്രത്യേക അഭിഭാഷകനെ കുടുംബം നിയോഗിച്ചുവെന്നും അച്ഛൻ അറിയിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇരുവരുടെയും വ്യാജ വിവാഹ ക്ഷണക്കത്ത് പോലീസ് കണ്ടെടുത്തു. യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാനാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്നാണ് പോലീസ് നിഗമനം. ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാന്തിനെതിരെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് കണ്ടെടുത്ത രേഖകൾ. ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരുടെ ഗർഭചിത്രം നടത്തി. ഇതിനായി തയ്യാറാക്കിയ വ്യാജ വിവാഹ ക്ഷണക്കത്ത് പോലീസ് കണ്ടെടുത്തു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ കുടുംബം നേരത്തെ പോലീസിന് കൈമാറിയിരുന്നു.